ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, ഇന്ന് നമുക്ക് +2 ഹിന്ദി ക്ലാസ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററായ ബേട്ടിക്കെ നാം എന്ന പാഠഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇന്നതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം എന്തൊക്കെയാണെന്ന്. നോക്കി, ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിയത് ബാദഷാഹിക്ക് ചരിത്രഗത വിശേഷതായേയും, അതായത് ബാദഷാഹിൻ്റെ ചക്രവർത്തിയുടെ ചരിത്രഗത സ്വഭാവ ഗുണങ്ങൾ വ്യക്തമാക്കുക, ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ എക്സാമിന് 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. ആദ്യം ഞാൻ പോയിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വേഗത്തിന് വേണ്ടി. അതൊന്ന് നോക്കിയേ. ആദ്യം ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ ടൈറ്റിൽ കൊടുത്തിട്ട് എഴുതാവൂ. ബാദഷാഹിക്ക് ചരിത്രഗത വിശേഷതായേയും എന്ന് എഴുതുക. അതിന് ശേഷമേ എഴുതി തുടങ്ങാവൂ. നോക്കിയേ, ബാദഷാഹ് അതായത് ബഹാദുർ ഷാഹ് സഫർ, അന്തിമ മുഗൾ ബാദഷാഹ്. ബഹാദുർ ഷാഹ് സഫർ അന്തിം എന്ന് വെച്ചാൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്നു. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, പരിവാർ കി സോച്ച്, കുടുംബത്തെക്കുറിച്ച് ചിന്ത ഉള്ള ആളും ആയിരുന്നു. മൂന്നാമത്തെ പോയിന്റ്, ദില്ലി വാസിയോം കെ പ്രതി ആകുലത, ദില്ലി വാസികളുടെ നേർക്ക് ആകുലതയും ഉണ്ടായിരുന്നു. നാലാമത്തത്, കത്ത് പഠ്നെ പർ ഉത്പന്ന ദർദ് എന്ന് വെച്ചാൽ വേദന, കത്ത് വായിച്ചപ്പോൾ ഉണ്ടായ വേദന, മകളുടെ കത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വേദനകൾ. അടുത്ത നോക്കിയേ, അപ്പനെ ദേശക്കെ പ്രതി പ്രേം ആർ സച്ച ശാസക്, സ്വന്തം ദേശത്തിൻ്റെ നേർക്ക് സ്നേഹം ഉണ്ടായിരുന്നു. സച്ച ശാസകൻ യഥാർത്ഥമായ ഭരണാധികാരിയും ആയിരുന്നു, അല്ലെങ്കിൽ സത്യസന്ധനായ ഭരണാധികാരിയും ആയിരുന്നു. അടുത്തത്, മന്മേ കരുണ പ്രേമേ ദയാ സഹാനുഭൂതി ഭർണേ വാല, മനസ്സിൽ കരുണ, സ്നേഹം, ദയ, അനുകമ്പ നിറഞ്ഞവനും ആയിരുന്നു. ഇങ്ങനെ നമ്മളത് പോയിൻ്റായിട്ട് എഴുതി പരീക്ഷയ്ക്ക് പക്ഷേ വിശകലനം ചെയ്ത് വലുതായിട്ട് എഴുതണം. അത് ഞാൻ അതുകൂടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. നോക്കിയിരിക്കുക, അതൊന്ന് വായിച്ച് പറയാം. എന്നൊക്കെ ക്വസ്റ്റ്യൻ നോക്കിയേ, ബാദഷാഹെ ബഹാദുർ ഷാഹ് കി ചരിത്രഗത വിശേഷതായെ, ബാദഷാഹായ ബഹാദുർ ഷാഹ് സഫറിൻ്റെ ചരിത്രഗത വിശേഷതയാണ് എഴുതുന്നത്. अंतिम मुगल बादशाह है बहादुर शाह सफ़र अपने परिवार को बड़े प्रेम से पालते थे. अंतिम അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹാദുർ ഷാഹ് സഫർ സ്വന്തം പരിവാർ കുടുംബത്തെ വളരെയധികം സ്നേഹത്തോടെ സംരക്ഷിച്ചു. അംഗ്രേസോം കെ ഖൈദി മേ ബൻകരെ വേ ചിന്ത കർത്തേ ഥേ, അംഗ്രേസോം ബ്രിട്ടീഷുകാരുടെ ഖൈദിയായിട്ടും അദ്ദേഹം അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. പരിവാറിനെക്കുറിച്ച് ചിന്ത കർത്തേ ഥേ, ചിന്ത ഉള്ളവൻ ആയിരുന്നു. ഉൻകാ മൻ കരുണ ദയാ ശോകെ പ്യാറെ ആദി സേ ഭരാ ഥാ, അദ്ദേഹത്തിൻ്റെ മനസ്സ് കരുണ, ദയ, ശോകെ ദുഃഖം, സ്നേഹം മുതലായവ കൊണ്ട് നിറയുകയും ചെയ്തു. दिल्ली में कैदी बनाई गई अपने बड़ी बेटी की हालत पर वे दुखी थे. ദില്ലിയിലെ കൈദിയായിട്ടും തടവുപുള്ളി ആയിട്ടും അദ്ദേഹം സ്വന്തം മകളായ സ്ത്രീ, നമ്മളെ പഠിച്ചായിരുന്നു, മൂത്ത മകളാണ് ബേട്ടിയാണ്. ബേട്ടിയുടെ ഹാലത്ത് എന്ന് വെച്ചാൽ അവസ്ഥ, ഓർത്തെ വേ ദുഃഖിതേ, അദ്ദേഹം ചിന്തിച്ചു, അല്ലെ ദുഃഖിതനായി. ദില്ലിയിലെ കൈദിയായിട്ടും ബേട്ടിയുടെ മകളുടെ അവസ്ഥ ഓർത്തെ അദ്ദേഹം ദുഃഖിതനായി, അല്ലെ സങ്കടം ഉണ്ടായി. വേ അപ്പനെ ദേശക്കോ ജാൻ കി സമാൻ മാൻതേ ഥേ, വേ അദ്ദേഹം സ്വന്തം ദേശത്തെ ജാനെ പോലെ, ജീവനെ പോലെ സ്നേഹിച്ചിരുന്നു, അല്ലെ മാനിച്ചിരുന്നു. ഇസ്ലിയേ ഹി ദേശവാസിയോं का दर्द अपनी पीड़ा समझकर वे रोते थे. ഇസ്ലിയേ ഹി, അതുകൊണ്ട് ഹി മാത്രമാണ്, ദേശവാസികളുടെ ദർദ് വേദന സ്വന്തം പീഡാവേദനയായി മനസ്സിലാക്കുകയും അദ്ദേഹം അവർക്ക് വേണ്ടി രോത്തേതേ കരയുകയും ചെയ്തു. ദേശവാസികൾക്ക് വേണ്ടി അദ്ദേഹം കരഞ്ഞു. ദേശിക്ക് ആസാദി കരാനെ കി ചാഹെ ഉൻകെ മൻമേൻ ഥി, ദേശത്തിന് ആസാദി സ്വാതന്ത്ര്യം കിട്ടണം എന്ന ചാഹ്, ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഖൈദി മേ ഹോനെ पर भी उन्होंने अपनी बेटी के नाम पत्र करने की शक्ति और आत्मविश्वास उनमें है. എന്നൊക്കെ ഖൈദി മേ ഹോനെ पर भी, ഖൈദിയായിട്ടും അദ്ദേഹത്തിൻ്റെ മകളുടെ പേർക്ക് ഒരു പത്രകർണയ്ക്ക് കത്തെഴുതുവാനും ഉള്ള ശക്തിയും ആത്മവിശ്വാസവും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അതായത് കൈദിയായിട്ടും മകൾക്ക് കത്തെഴുതാനുള്ള ശക്തിയും ആത്മവിശ്വാസവും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു.
अपने देश के प्रति अटूट प्रेम से शासन करने वाले सच्चे शासक है ബഹാദുർ ഷാ സഫർ. അതായത് അപ്പനെ ദേശിക്കെ പ്രതി നേർക്കെ അട്ടു ഇളകാത്ത, സ്വന്തം ദേശത്തിൻ്റെ നേർക്കെ ഇളകാത്ത സ്നേഹത്തോടെ ഭരിക്കുന്ന ഒരു സച്ചേ ശാസകൻ എന്ന് വെച്ചാൽ സത്യസന്ധനായ ഭരണാധിപൻ എന്ന രീതിയിലും ബഹാദുർ ഷാ തിളങ്ങുകയും ചെയ്തു. മനസ്സിലായല്ലോ? അടുത്ത് നോക്കിയേ, അടുത്ത 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആൻസറാണ്. നോക്കിയിരിക്കണം. ടെക്സ്റ്റിലെ സൈഡ് ക്വസ്റ്റ്യനാണ്. വായിക്കാം. വഹ് കത്തെ തുംകോ മിലേഗ യാ നഹി, ബാദശാഹ് കെ മൻ മേം ഐസാ ശങ്ക ക്യോ ഭര ഹോത്താ ഹേ. വഹ് കത്തെ, ആ കത്ത് നിൻ്റെ കയ്യിൽ കിട്ടുമോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ല. എന്നൊക്കെ ബാദശാഹിൻ്റെ മനസ്സിലെ, ചക്രവർത്തിയുടെ മനസ്സിൽ ഇങ്ങനെയൊരു ശങ്ക, സംശയം എന്തുകൊണ്ട് നിറഞ്ഞു? അതാണ് ക്വസ്റ്റ്യൻ. എക്സാമിന് ചോദിക്കാൻ കൊള്ളാം കേട്ടോ. ബാദശാഹിനെ ഖൈദ് മേം രഹ്കർ അപ്പനി ബേട്ടിക്ക് നാമ പത്ര ലിഖ. ബാദശാഹ് ഖൈദിലിരുന്ന്, തടവിലിരുന്ന് മകളുടെ പേർക്ക് കത്ത് ലിഖ എഴുതി. ഉന്നനെ സോച്ചാക്കി, അദ്ദേഹം ചിന്തിച്ചു. ഫരോസെ വ്യക്തിക്ക് പാസെ ദേക്കർ യഹ് കത്ത് ഫേജെ. ഫരോസെ വിശ്വസ്തൻ, പാസെ അടുത്ത്, ദേന നൽകുക, ഫേജിന അയക്കുക. എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. സോച്ചന ചിന്തിക്കുക. ഉന്നനെ സോച്ചാക്കി, അദ്ദേഹം ചിന്തിച്ചു. ഫരോസായിട്ടുള്ള വ്യക്തിയുടെ പാസിലെ വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയുടെ അരികിൽ കൊടുത്ത് ഈ കത്ത് അയക്കാം എന്ന്. ലേക്കിൻ എന്നാൽ വഹാങ്കി ഹാലത്തെ ഐസീധി, പക്ഷേ അവിടുത്തെ ഹാലത്ത്, അവസ്ഥ ഇതായിരുന്നു. कि किसी पर പൂർണ്ണ രൂപസെ വിശ്വാസെ കർണ മുഷ്കിൽ ഹേ. ആരെയും പൂർണ്ണമായ രൂപത്തിൽ വിശ്വസിക്കാൻ മുഷ്കിൽ, പ്രയാസകരം തന്നെ ആയിരുന്നു. അവിടെയുള്ള വ്യക്തികളെ പൂർണ്ണമായി വിശ്വസിക്കാൻ പ്രയാസകരം എന്ന അവസ്ഥയായിരുന്നു അവിടെ. अंग्रेजी जासूसी की इसे खत की बात याद होते तो वे इसका സമർപ്പൺ करके സർക്കാർ के सबूत बन कर देते. അംഗ്രേസികളായിട്ടുള്ള ജാസൂസ് എന്ന് വെച്ചാൽ ചാരൻ, ബ്രിട്ടീഷുകാരുടെ ചാരന്മാർ ഈസ് കത്ത് കി ബാത്ത്, ഈ കത്തിനെ കുറിച്ചുള്ള കാര്യം ജ്ഞാതെ അറിഞ്ഞാൽ, വേ അവർ എന്ത് ചെയ്യും, ഇസ്കാ സമർപ്പൺ, ഈ കത്ത് അവരിൽ സമർപ്പിക്കുകയും, അതായത് ബ്രിട്ടീഷുകാരിൽ സമർപ്പിക്കുകയും അവരുടെ വിശ്വസ്തനായി മാറുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളുമോ ഇല്ലയോ എന്ന് അറിയില്ല ആരെയും. ആ ഒരു ആശങ്കയാണ് ചക്രവർത്തിക്ക് ഉണ്ടായത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, കൊള്ളാൻ ചോദിക്കാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് വെനസ്ഡേ രാത്രിയിലെ 8 മണിക്ക് ഉണ്ടാകും. ബാക്കി നോട്ട്സുകൾ അന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.